ഞാനാണോ അച്ഛനെ പിരികേറ്റുന്നത്? സ്വന്തം മക്കളോട് ആരെങ്കിലും അപമര്യാദയായിട്ട് പെരുമാറിയ അതിനെക്കുറിച്ച് അന്വേഷിക്കേണ്ടത് അച്ഛനമ്മമാരുടെ ഉത്തരവാദിത്വമാണ്. അതൊക്കെ എനിക്കറിയാം. പക്ഷെ ജയേട്ടൻ ഇപ്പൊ അവിടെ ചെന്ന് ഇതൊക്കെ ദുർഗേച്ചോട് ചോദിക്കാൻ നിന്നല്ലേ അതിന്റെ ഭവിഷ്യത്ത് അനുഭവിക്കേണ്ടി വരുന്നത് പ്രസാദേട്ടനായിരിക്കും. അല്ലെങ്കിൽ തന്നെ ഏട്ടൻ ഒരുപാട് അനുഭവിക്കുന്നുണ്ട്. ദുർഗേച്ചയ്ക്ക് എന്തോ തോന്നി വിവരമില്ലാതെ അവരെന്തൊക്കെ ചെയ്തു. അത്രയും കരുതിയ മതി. ഇപ്പൊ ജയേട്ടൻ ചെന്ന് ദുർഗേച്ചയോട് വഴക്കടിക്കാൻ നിന്നാലേ അവര് ചിലപ്പോ അതിലും വലിയ വഴക്കുണ്ടാക്കും. അതല്ലെങ്കിൽ ചിലപ്പോ ആ വീടിന് തന്നെ തീ വെച്ചെന്നിരിക്കും. അപ്പോഴും നഷ്ടം പ്രസാദേട്ടന് തന്നെയായിരിക്കും. അതല്ലാതെ ദുർഗേച്ചിയുടെ മനസ്സ് മാറുമെന്ന് ആരും കരുതണ്ട. മോളെ ഒന്ന് ക്ഷമിച്ചൊന്ന് കരുതി നമുക്ക് നഷ്ടമൊന്നും വരാനില്ല. അമ്മ പറഞ്ഞത് ശരിയാച്ചാ. പട്ടിയുടെ വാല് എത്ര കാലം കുഴലിലിട്ടിട്ടും കാര്യമില്ല. ഇനി അഹങ്കാരം മൂത്ത് ആ സ്ത്രീ വീടിനെങ്ങാനും തീ വെച്ചാ പാവം മാമൻ സങ്കടത്തിലാവും. അത് സഹിക്കാൻ നമ്മളെ കൊണ്ടും പറ്റില്ല. വിട്ടേക്ക്. സ്വന്തം തെറ്റുകൾ തിരിച്ചറിഞ്ഞ ദുർഗാമ്മയ്ക്ക് നല്ലത്. അവരെ തിരുത്താൻ മറ്റാരെ കൊണ്ടും പറ്റില്ല. മാമനെ ഓർത്ത് നമുക്ക് ക്ഷമിക്കാം. ഇങ്ങനെ ഓരോ തവണയും നമ്മൾ ക്ഷമിച്ചു കൊടുക്കുന്നത് കൊണ്ടാ ദുർഗേച്ചിക്ക് ഇത്രയ്ക്ക് അഹങ്കാരം. നിനക്കെപ്പോഴും ഈ ഫോൺ നോക്കലേ ഉള്ളൂ? ഏത് നേരത്തും ഫോണില്ല. ഞാൻ ഫോണിൽ നോക്കിയതാണ് അച്ഛൻ പ്രശ്നം. ഈ ലോകം മുഴുവൻ കണ്ട് രസിക്കല്ലേ? എന്ത് അച്ഛൻ കാണും. ഇതെന്ത് കണ്ടില്ലേ? ACP കൃഷ്ണപ്രസാദിന്റെ ഭാര്യ കനകദുർഗ സ്വന്തം കാറ് കത്തിക്കുന്നു. അതായിപ്പോ കണ്ടത്. ദുർഗ, ദുർഗ, എന്താ എന്താ ഇത്? താൻ നമ്മുടെ കാറ് കത്തിച്ചോ? കത്തിച്ചു. എന്തിന്? കാരണമില്ലാതെ ഒരാളൊന്നും ചെയ്യില്ലെന്ന് പോലീസിൽ ജോലി ചെയ്യുന്ന പ്രസാദേട്ടന് അറിയില്ലേ? ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ. താൻ എന്തിനീ കാറ് കത്തിച്ചു? എനിക്കിഷ്ടമില്ലാത്ത ഒരാൾ ആ കാറിൽ കയറി. അത് തന്നെ കാരണം. അതാരാ നമ്മുടെ കാർ കയറിയത്? വേറെ ആര്? ഈ ലോകത്ത് അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്ത ഒരേ ഒരാളല്ലേ ഉള്ളൂ, തുളസി. അവൾ ആ കാറ് കയറിയതിനാ അമ്മ കാറ് കത്തിച്ചത്. അതെ, ഇപ്പൊ ഈ ലോകം മുഴുവൻ കാണുക. ഇന്നത്തെ ഏറ്റവും കൂടുതൽ വ്യൂവേഴ്സ് ഉള്ള വീഡിയോ ഇത്. ദുർഗ, താൻ എന്തൊക്കെയാ ഈ കാട്ടിക്കൂട്ടുന്നത്? തുളസി കാറ് കയറിയെന്നും പറഞ്ഞ് താൻ ഈ കാറ് കത്തിക്കുന്നത് എന്തിനാ? അവളുമായിട്ട് എനിക്കുള്ള ശത്രുത നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ? എനിക്കിഷ്ടമില്ലാത്തവള് എന്റെ കാറിലും കയറണ്ട. അവളെയും കൂടി ആ കാറിനകത്തിട്ട് കത്തിക്കണമെന്നാ ഞാൻ വിചാരിച്ചേ. അത് ചെയ്യാത്തത് ഈ ദുർഗയുടെ നല്ല മനസ്സാണെന്ന് നിങ്ങൾ രണ്ടാളും വിചാരിച്ചോ? എങ്കിൽ ഇപ്പൊ തന്നെ അമ്മ ജയിലിനകത്തായനെ. അച്ഛൻ തന്നെ വന്ന് അമ്മ അറസ്റ്റ് ചെയ്യും. നീ എന്താടാ പറഞ്ഞത്? സ്വന്തം അമ്മയെ ജയിലിനകത്ത് കയറ്റാൻ നിനക്ക് ഉത്സാഹമായല്ലേ? അല്ലെങ്കിലും നിനക്ക് എന്നെ അല്ലല്ലോ, അവളെയല്ലേ ഇഷ്ടം. അവള് പറയുന്നതും ചെയ്യുന്നതും ഒക്കെ ശരി, ഞാൻ പറയുന്നത് തെറ്റ്. അല്ല, നിന്നെ എനിക്കറിയാം. നീ എന്റെ മകൻ തന്നെയാണോന്നാ എനിക്കിപ്പോ സംശയം. അമ്മയ്ക്ക് സംശയമാണെങ്കിൽ അത് ചിലപ്പോ ശരിയായിരിക്കും. അമ്മയായിരിക്കില്ല എന്നെ പ്രസവിച്ചത്. എന്താടാ പറഞ്ഞ? നിർത്തുന്നുണ്ടോ രണ്ടുപേരും? നിങ്ങളാ ഈ വീട്ടിലെ സമാധാനം ഇല്ലാതാക്കുന്നു. ഒരു 100,000 പ്രശ്നങ്ങൾക്കിടയിലാണ് ഞാൻ ഇങ്ങോട്ട് കയറി വരുന്നത്.
ഇവിടെ സമാധാനം ഇല്ലെന്ന് പറഞ്ഞ ആദ്യം അച്ഛനെ അമ്മയെ മര്യാദ പഠിപ്പിക്കും. ഇത്രയും നാളും കയറൂരി വിട്ടതിന്റെ ഫലമാ ഇപ്പൊ നമ്മൾ അനുഭവിക്കുന്നത്. എന്തിനൊരു പരിധിയുണ്ട്. ഡാ, നീ എന്നെ ഭരിക്കണ്ട. എന്റെ ജീവിതത്തെ നീ വിലയിരുത്തുകയും വേണ്ട. ഞാൻ ആരുടെ അടിമയൊന്നുമല്ല. ശരിയും തെറ്റും തിരിച്ചറിയാനുള്ള കഴിവൊക്കെ എനിക്കുണ്ട്. ശരിയും തെറ്റും അമ്മയ്ക്ക് നാണമില്ലല്ലോ ഇങ്ങനെ പറയാൻ. അമ്മയുടെ ജീവിതത്തിൽ എന്തെങ്കിലും ശരി ഉണ്ടായിട്ടുണ്ടോ? തെറ്റുകൾ മാത്രമല്ല ഉണ്ടായിട്ടുള്ളൂ. തെറ്റുകൾ ശരിയായി കണ്ട് ആനന്ദിക്കുന്ന മനസ്സ് അമ്മയുടേത്. അമ്മയുടെ ശരികളെ അമ്മയ്ക്ക് മാത്രമാണ് ശരി. ഞങ്ങൾക്കും ഈ നാട്ടുകാർക്കും അതെല്ലാം തെറ്റുകൾ മാത്രമാണ്. സംസാരത്തിനൊരു പരിധി അതിർത്തിയുണ്ട്. അതിനപ്പുറത്തേക്ക് വാക്കുകൾ പോരുത്. അവൻ പറയട്ടെ. എല്ലാവർക്കും എന്റെ മേൽ എന്തു കുറ്റം ആരോപിക്കാലോ. എന്തിനും ഞാൻ കാരണം. തെറ്റുകൾ മാത്രം ചെയ്യുന്നവള്. ശരികളെക്കുറിച്ച് ഒരു ധാരണ എനിക്കില്ല. ദുർഗ, താനിപ്പോ എന്തൊക്കെ പറഞ്ഞാലും ഇപ്പൊ ഈ കാണിച്ചത് തെറ്റ് തന്നെയാണ്. നമ്മുടെ കാറിൽ തുളസി കയറിയെന്നും പറഞ്ഞാണ് താൻ ഈ കാറ് കത്തിച്ചതെങ്കിൽ അത് തെറ്റ് തന്നെയാണ്. പിന്നെ താൻ ഈ കാണിച്ച പ്രകടനമൊക്കെ നാട്ടുകാർ കാണുകയും ചെയ്തു. ഇപ്പൊ എല്ലാവരുടെയും മുമ്പിൽ താനൊരു കോമാളിയാ. അതെ, ഞാനൊരു കോമാളിയാ. ഞാൻ അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം നിങ്ങളും നിങ്ങളുടെ ഈ മകനുമാണ്. തുളസിയെ എനിക്ക് ഇഷ്ടമല്ലാന്ന് എത്ര പറഞ്ഞിട്ടും നിങ്ങൾ രണ്ടുപേരും കേട്ടോ? എന്നോടെന്തോ വാശി തീർക്കും പോലെ നിങ്ങൾ അവളെ സ്നേഹിച്ചും ഈ വീട്ടിൽ കെട്ടിക്കൊണ്ടുവരണമെന്ന് നിർബന്ധം പിടിക്കുന്നു. ആരെയാ നിങ്ങൾ തോൽപ്പിക്കുന്നത്? ആരോടാ നിങ്ങൾ പ്രതികാരം ചെയ്യുന്നത്? എന്നോടോ? അങ്ങനെയാണെങ്കിലേ നിങ്ങൾ എന്റെ ആരാ? എന്നെ തോൽപ്പിക്കുക എന്നതാണ് ലക്ഷ്യമെങ്കിൽ അയക്കോ. എടോ, ഇതൊക്കെ നമുക്കിടയിലുള്ള കാര്യങ്ങളല്ലേ. അതിനെന്തിനാ കാറ് കത്തിക്കുന്നത്? കാറല്ല, ഈ വീട് തന്നെ വേണ്ടി വന്നാ ഞാൻ കത്തിക്കും. നിങ്ങൾക്കും അവൾക്കും അവളെ കയറൂരി വിട്ടിരിക്കുന്ന പ്രിയയ്ക്കും ജയനും കൂടിയുള്ള താക്കീത്. അതിന്റെ പേരിൽ നാണം കെടുന്ന ഞങ്ങളും എങ്ങനെ നാട്ടുകാരുടെ മുമ്പിൽ തലയുയർത്തി നടക്കും? അവൾ എന്നെ ഈ റോഡിലും അമ്പലത്തിലും നമ്മുടെ ഈ വീട്ടിലും ഒക്കെ വെച്ച് പലവട്ടം അപമാനിച്ചപ്പോഴൊന്നും ഈ നാണക്കേട് കണ്ടില്ലല്ലോ. അപ്പൊ ദുർഗയോട് എന്തോ ആവാം, അവളോടൊന്നും പാടില്ല. എടോ, തുളസിയുടെയും തന്റെയും പ്രായം ഒന്നാണോ? മകളുടെ പ്രായമില്ലല്ലോ അവൾക്ക്. പ്രവൃത്തി അതൊന്നും അല്ലല്ലോ. ഇന്ന് ഞാൻ കാറ് കത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ നഷ്ടം ഇല്ലാതാക്കാനും എനിക്കറിയാം. എങ്ങനെ ഇല്ലാതാക്കും? ഒന്നും രണ്ടും അല്ല, ലക്ഷങ്ങളാ അമ്മ കത്തിച്ചു കളഞ്ഞത്. ആ വീഡിയോയുടെ അടിയില് ആൾക്കാർ എഴുതിയ കമന്റ് കണ്ട സഹിക്കില്ല. അഹങ്കാരത്തിന്റെ ധാർഷ്ട്യത്തിന്റെ ആൾരൂപം എഴുതി വെച്ചിരിക്കുന്നത്. അച്ഛന് കഴിവില്ലാത്തോണ്ടാണ് അമ്മ ഇങ്ങനെ കാണിക്കുന്നതെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ആര് മൈൻഡ് ചെയ്യുന്നു? ആർക്കും എന്ത് വേണമെങ്കിലും ആരെ കുറിച്ച് വേണമെങ്കിലും എഴുതാം. അതിന്റെയൊക്കെ മറുപടി കണ്ടുപിടിക്കാനും അർത്ഥം കണ്ടുപിടിക്കാനും നിന്നെ പോലുള്ളവരെ നടക്കൂ. സമൂഹത്തിനെ പേടിക്കണം ദുർഗ. കാരണം ഈ സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. സമൂഹത്തെ അല്ല, നമ്മുടെ ഒപ്പമുള്ള നമ്മുടെ ബന്ധുക്കളെന്ന് സ്വയം അവകാശപ്പെടുന്നവരെയാ പേടിക്കേണ്ടത്. അമ്മയോട് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ചാ. എന്തിനും ഏതിനും അമ്മയ്ക്ക് മറുപടിയുണ്ട്. സ്വയം സൃഷ്ടിച്ച ലോകത്ത് അമ്മ ജീവിക്കുന്നത്. അവിടുത്തെ സത്യവും നിയമമൊക്കെ അമ്മ തന്നെ നിർമ്മിക്കുന്നതാ. നമ്മുടെ വാക്കിനൊന്നും ഒരു സ്ഥാനമില്ല. എന്നുവെച്ചാ അമ്മ വിഡ്ഢി, നിങ്ങൾ അച്ഛനും മകനും ബുദ്ധിമാന്മാർ. എന്നാലേ കേട്ടോ, ഇപ്പൊ കത്തിച്ച കാറിന് പകരം ഇതില് നല്ല കാറ് ദാ ഈ മുറ്റത്ത് കൊണ്ടുവന്നിടും ദുർഗ. അതിനുള്ള കഴിവേ എനിക്കുണ്ട്. നിങ്ങളുടെ ആരുടെയും പണവും എനിക്കതിന് വേണ്ട. ഇവിടുത്തെ പണം കൊണ്ടല്ലാതെ താനെങ്ങനെ കാറ് വാങ്ങും? എന്റെ പേരും പദവി ഉപയോഗിച്ച് ഏതെങ്കിലും കള്ളനോ കൊലപാതകയോ തനിക്ക് കാർ ഓഫർ ചെയ്തിട്ടാണോ താൻ നമ്മുടെ കാർ കത്തിച്ച്? എന്റെ ജോലിയിൽ ഞാൻ ഇന്ന് വരെ ഒരു ചീത്തപ്പേരുണ്ടാക്കിയിട്ടില്ല. അതിന് താനായിട്ടൊരു മാറ്റം വരുത്തരുത്. നിങ്ങൾ മാത്രമൊന്നുമല്ല ഇവിടെ ഉദ്യോഗസ്ഥനായിട്ടുള്ളത്. ഒരു പൊസിഷനിലിരിക്കുമ്പോ ചിലപ്പോ സമ്മാനങ്ങളൊക്കെ കിട്ടിയെന്ന് വരും. അതൊക്കെ ഈ സ്ഥാനത്തിന്റെ നേട്ടമാ. അപ്പൊ ഞാൻ ഉദ്ദേശിച്ചത് തന്നെ നാട്ടുകാരുടെ മുമ്പിൽ എന്നെ ഒരു കൈക്കൂലിക്കാരനായിട്ട് നാണം കെടുത്തണമല്ലോ. അതിനല്ലേ തന്റെ ഈ കാറ് കത്തിക്കലും പുതിയ കാറും ഒക്കെ.
ഈ വീടിന്റെ മുറ്റത്ത് അങ്ങനെ ഏതെങ്കിലും ഒരു കള്ളക്കടത്തുകാരന്റെയോ ക്രൈം ചെയ്തവന്റെയോ പണം കൊണ്ട് വാങ്ങിച്ച കാറ് താൻ ഇവിടെ കൊണ്ടുവന്ന് ഇട്ട ആ കാറ് കത്തിക്കുന്നത് ഞാനായിരിക്കും. ഇപ്പഴേ പറഞ്ഞേക്കാം. ഒന്ന് നിന്നേ. എനിക്ക് ആരുടെയും പണം വേണ്ട. ഇപ്പൊ നമ്മുടെ കത്തിയ കാറിന് ഇൻഷുറൻസ് ഉണ്ടല്ലോ. ആ പണം കിട്ടുമ്പോ പുതിയ കാർ വാങ്ങും. അപ്പൊ അമ്മയെല്ലാം മുൻകൂട്ടി കണ്ടുള്ള പരിപാടിയാണല്ലേ? അതെ, ഒന്നും മുൻകൂട്ടി കാണാതെ ഈ ദുർഗ ഒന്നും ചെയ്യില്ല. ഇൻഷുറൻസിൽ നിന്ന് കിട്ടുന്ന കാശുകൊണ്ട് ഞാൻ പുതിയ കാർ വാങ്ങും. പ്രസാദേട്ടന് അതിൽ നാണക്കേടൊന്നുമില്ലല്ലോ. ഹലോ, എന്തായി അവിടെ? ദുർഗാമ്മയാണ് ഇന്ന് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ താരം. സൂപ്പർ സ്റ്റാറുകൾക്കില്ലാത്ത ലൈക്സും കമന്റ്സും കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ കണ്ടു. സൂപ്പർ പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. സഹോദരപുത്രി ആക്സിഡന്റ് പറ്റിയ ഒരാളെ കാറിൽ കയറ്റിക്കൊണ്ടുപോയതിന് പ്രതികാരമായിട്ട് കാറ് കത്തിക്കുക. ചിലപ്പോഴേ ഈ വർഷത്തെ ധീരതയ്ക്കുള്ള അവാർഡ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഡൽഹിയിലെ രാഷ്ട്രപതിയുടെ കയ്യിൽ നിന്ന് അവാർഡ് വാങ്ങിക്കാൻ പോകുമ്പോഴേ എന്നെ കൂടെ കൊണ്ടുപോണേ. ഇതിനൊക്കെ കാരണം ഞാനാണല്ലോ. എന്നോടുള്ള ദേഷ്യം തീർക്കാൻ കത്തിച്ച കാറിന്റെ നഷ്ടം ഏതായാലും ലക്ഷങ്ങൾ വരും എന്ന് പറഞ്ഞാ എന്നോട് ദുർഗാമ്മയ്ക്കുള്ളത് വിലപിടിച്ച ദേഷ്യാണെന്ന് അർത്ഥം. ഒന്ന് പോടി കിടന്ന് ചിലക്കാതെ. കത്തിച്ച കാറിന് പകരമേ ഞാൻ പുതിയ കാറ് വാങ്ങും. നിങ്ങൾക്ക് വാങ്ങാലോ. ഭർത്താവിന്റെ ശമ്പളവും തറവാട്ട് സ്വത്തുമൊക്കെയായി കോടികളല്ലേ അമ്മാനാടുന്നത്. മാമ, അഭിമാനിക്കാം ഇത്രയും കരുത്തുള്ള ഒരു ഭാര്യ ഉണ്ടായതിൽ. ഇതൊക്കെ ഒഴിവാക്കേണ്ടതായിരുന്നു. ആക്സിഡന്റ് ആയ ആളെ അപ്പൊ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതുകൊണ്ടാ ആ വിലപ്പെട്ട ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞത്. അതിന് ആ കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് തെറ്റല്ല, പക്ഷെ വേറെ എന്താ ചാന്നേരം ചെയ്യാ? ഇതൊക്കെ ഇവൾക്ക് കയ്യടി നേടാനും ആളുകൾക്കിടയിൽ ഷൈൻ ചെയ്യാനും വേണ്ടിയുള്ള തന്ത്രമല്ലേ? ആർക്കാ ഇതൊക്കെ മനസ്സിലാവാത്തെ? ഓരോ സമയത്ത് ഓരോന്നുമായിട്ട് ഇങ്ങ് വരും. ഓക്കെ, എല്ലാം സമ്മതിച്ചു. അപ്പോ എന്നാ പുതിയ കാർ വരുന്നേ? നാളെയാണോ? ചെലവുണ്ട്. അതെ, ഓൺലൈൻ മീഡിയക്കാരോടെ പുതിയ കാർ വരുന്നതിന്റെ ലൈവ് ഇടാൻ പറയാം. അതൊന്നും വേണ്ട. ഇവിടെ പുതിയ കാർ ആരും വാങ്ങിക്കുന്നില്ല. അതിനുള്ള പണമൊന്നും ഇവിടെ ഇല്ല. ഏയ് മാമൻ അങ്ങനെ പറയരുത്. ദുർഗാമ്മ പുതിയ കാറിന് ഓർഡർ വരെ കൊടുത്തു കഴിഞ്ഞു. അതെ, ദുർഗ ഓർഡർ കൊടുക്കും. ഈ കത്തിച്ച കാറിന്റെ ഇൻഷുറൻസ് എമൗണ്ട് മാത്രം മതിയടി എനിക്ക് പുതിയ കാർ വാങ്ങാൻ. ഓ, അപ്പൊ അതാണ് ഐഡിയ അല്ലേ? പക്ഷേ ഈ ഐഡിയ ചീറ്റിപ്പോയി ദുർഗാമ്മേ. ഏത് ഐഡിയ? ഇപ്പൊ ഈ പറഞ്ഞ ഇൻഷുറൻസ് കാശ് കൊണ്ട് കാറ് വാങ്ങുന്ന ഐഡിയ. ദുർഗാമ്മ കാറ് കത്തിക്കുന്നതേ വൈറലായി കഴിഞ്ഞു. ഇൻഷുറൻസ് കമ്പനിക്കാരും ഈ വീഡിയോ കണ്ടു കഴിഞ്ഞു. സ്വയം കത്തിച്ച കാറിനെ ഇൻഷുറൻസ് കിട്ടില്ല ദുർഗാമ്മേ. സുകുമാരക്കുറുപ്പിന്റെ ഐഡിയ പോലെ ഇതും ചീറ്റിപ്പോയി. നിങ്ങള് സ്വന്തം കാറ് കത്തിച്ച് കോമാളിയായത് മാത്രമാണ് ഈ കളിയിൽ നിങ്ങൾക്ക് ലാഭം. നീ അത് അന്വേഷിച്ചോ? അന്വേഷിക്കാൻ എന്താ ഉള്ളത്? മാമനല്ലേ അടുത്ത് നിൽക്കുന്നേ. നീ മാമനോട് ചോദിച്ചു നോക്ക്. അതി, നീ കോള് കട്ട് ചെയ്യേ. ഈ വീട്ടിൽ കയറാൻ പറ്റാത്തോണ്ട് വീഡിയോ കോളിലൂടെ വന്നിരിക്കുക. അതി, ഫോൺ കട്ടിയല്ലേ? ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ ദുർഗമ്മേ, പേടിച്ചിട്ടാ ഞാൻ അങ്ങോട്ട് വരാത്തെ. ഇനി ഞാൻ കേറിയാ അതും പറഞ്ഞ് നിങ്ങൾ ആ വീട് തന്നെ കത്തിച്ചാലോ? അഹങ്കാരി, അവക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇൻഷുറൻസ് കിട്ടില്ല എന്ന് ഉറപ്പായി. കിട്ടിയില്ലെങ്കിൽ വേണ്ട. ഇനി അതും പറഞ്ഞ് എന്നെ പേടിപ്പിക്കണ്ട. ഓരോന്ന് ചെയ്തു വെക്കുക, എന്നിട്ട് അതിന്റെ ഫലം മറ്റുള്ളവർ അനുഭവിക്കുക.
എന്റെ അമ്മു ഇപ്പൊ തന്നെ വ്യൂവർഷിപ്പ് 50K ആയി. ഈ നിലയ്ക്കാണെങ്കിൽ 1 മണിക്കൂറിനാവും 1 മില്യൺ അടിക്കും. നിസ്സാര കാര്യമാണത്. ഒരു ACPയുടെ ഭാര്യ കാറ് കത്തിക്കാന്നൊക്കെ പറഞ്ഞ എന്താ ആദ്യത്തെ ഇതൊക്കെ? അല്ല, ശരിക്കും നിന്റെ അമ്മയ്ക്ക് എന്താ പ്രശ്നം? തുളസി കയറിയ കാറ് കത്തിച്ച സ്ഥിതിക്ക് നീ അവളെ കല്യാണം കഴിച്ച അവളെ തന്നെ നിന്റെ അമ്മ കത്തിക്കുമല്ലോ. ഒന്ന് പോടാ അവിടുന്ന്. നിന്റെയൊക്കെ വർത്താനം കേട്ടതൊന്നും നിനക്കൊന്നും എന്റെ അമ്മയും അമ്മയുടെ സ്വഭാവത്തെ കുറിച്ച് അറിയില്ലെന്ന്. ആദ്യമായിട്ട് കാണുകയല്ലേ എല്ലാരും. ആദി, നിന്നെ വിഷമിപ്പിക്കാൻ പറഞ്ഞല്ലടാ. പിന്നെ പിന്നെ എന്താ ഈ പറയുന്നതിന്റെ അർത്ഥം? ഞാൻ നിങ്ങളുടെയൊക്കെ മുമ്പില് കോമാളിയായിപ്പോ. സോറിടാ, ഒരു ഓളത്തിലങ്ങ് പറഞ്ഞു പോയതാ. പിന്നെ ഈ വീഡിയോ ഇപ്പൊ വൈറലാ. നിന്റെ അമ്മയെ ഞങ്ങളൊന്ന് പോയി കണ്ടാലോ? ഞങ്ങളെല്ലാരും കൂടി പറഞ്ഞ അമ്മയ്ക്ക് ചിലപ്പോൾ മാറ്റം ഉണ്ടാവും. എടാ, ഒരു മാറ്റം ഉണ്ടാവാൻ പോകുന്നില്ല. ഓരോ ദിവസം കഴിയുന്തോറും കൂടിക്കൂടി വരിക. ഇത്രയും ശത്രുത ഈ ലോകത്ത് ഒരു മനുഷ്യനുണ്ടാവില്ല. എടാ, വന്ന് തുളസിയെ കാണുന്ന പോലും അമ്മയ്ക്ക് ചെകുത്താൻ കുരിശ് കാണുന്ന പോലെയാ. അതി, ഇങ്ങനെ പോയാൽ ശരിയാവില്ല. ഉടനെ നമ്മൾ മറ്റെന്തെങ്കിലും ഒരു വഴി കണ്ടേ പറ്റൂ. അമ്മയുടെ മനസ്സ് മാറ്റണം. അല്ലെങ്കിൽ നിങ്ങളുടെ കല്യാണ ദിവസം എന്താ സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ല. എങ്ങനെ മനസ്സ് മാറ്റാന്നാണ് നീ ഉദ്ദേശിക്കുന്നത്? കത്തി നിൽക്കുന്ന സൂര്യനെ കെടുത്താൻ ഈ ഭൂമിയിൽ ആരെങ്കിലും വിചാരിച്ചാൽ നടക്കുമോ? അതുപോലെ തന്നെ എന്റെ അമ്മയുടെ കാര്യവും. തുളസി ഇരുന്നുണ്ട്. നിങ്ങൾ സംസാരിക്കും, ഞങ്ങൾ പോവാ. എന്നാ വരട്ടെ. വാടാ. ഹായ് തുളസി. ഹായ്. ബൈ. ദുർഗാമ്മ ഇപ്പൊ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയ ഈസി ആയിട്ട് വീട്ടിലിരുന്ന് കാശുണ്ടാക്കാം. 1 ഫോളോവേഴ്സ് ആയിരിക്കും. നീ നിന്റെ അമ്മയ്ക്കാവൊന്ന് പറഞ്ഞു കൊടുക്കണേ. ബെസ്റ്റ് ചാൻസാ, മിസ്സാക്കരുത്. കളിയാക്കിക്കും. ഇനി നിന്റെ കളിയാക്കലും കൂടെ ബാക്കിയുള്ളൂ. പിന്നെ ഞാൻ എന്താടാ വേണ്ടേ? ദുർഗാമ്മ ഞാൻ കയറിയ കാറ് കത്തിച്ചോന്ന് പറഞ്ഞ് കരയണോ? അതോ പണ്ടത്തെ പോലെ തൊട്ടു തീണ്ടലൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞ് പുതിയ വീഡിയോ എടുത്ത് നെറ്റിലിടണം? നീയും എന്റെ അമ്മയും ഒരുപോലെയാ. ഇരുതല മൂർച്ചയുള്ള കത്തി, എവിടെ പിടിച്ചാലും മുറിയും. നിന്റെ ഉദാഹരണമൊക്കെ കൊള്ളാം. ഇരുതല മൂർച്ചയുള്ള കത്തി പറ്റിയ പേരാ. എന്തായാലും നിന്റെ അമ്മയുടെ സ്വഭാവം നാട്ടിലുള്ള എല്ലാവർക്കും കുറെ കൂടി നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്. എന്റെ പൊന്ന് തുളസി, നീ ഇങ്ങനെ തമാശ പറഞ്ഞ് രസിക്കാതെ എങ്ങനെയാ ഇത്രയും ദേഷ്യം എന്റെ അമ്മയ്ക്ക് നിന്നോട് ഉണ്ടായതെന്ന് ചിന്തിച്ചു നോക്ക്. അതിപ്പോ കൂടുതലൊന്നും ചിന്തിക്കാനില്ലടാ. ഈ ആജന്മ ശത്രുക്കൾ എന്നൊക്കെ പറയാറില്ലേ? പൂച്ചയും എലിയും, പാമ്പും കീരിയും, ഇവരൊക്കെ പണ്ടേ ശത്രുക്കളാ. അതിനെന്താ കാരണമെന്ന് ചോദിച്ചാ പ്രത്യേകിച്ച് ഒരു കാരണവുമില്ല. ജീവിതത്തില് ആദ്യമായിട്ടൊരു പൂച്ച ഒരു എലിയെ കണ്ട അതിനെ ഓടിച്ചിട്ട് പിടിക്കാൻ നോക്കും. ആ എലി പൂച്ചയ്ക്ക് ഒരു ഉപദ്രവം ചെയ്തിട്ടില്ലല്ലോ എന്ന് നമ്മൾ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അതുപോലെ തന്നെ ദുർഗാമ്മ എന്നെ ശത്രുവായി കാണുന്നതിന്റെ കാരണം തേടിപ്പോയിട്ട് ഒരു കാര്യമില്ല. ഇനി അതല്ല കാരണം കണ്ടെത്തി പരിഹരിക്കാമെന്നാണെങ്കിൽ അതൊരിക്കലും നടക്കാത്ത കാര്യമാണ്. എടാ, ഞാൻ നിന്നോട് ഒരു രഹസ്യം പറയട്ടെ. എന്താ? നിന്റെ അമ്മയുടെ സ്വഭാവം ഒരിക്കലും മാറാൻ പോകുന്നില്ല. ഇതാണ് എത്ര വലിയ രഹസ്യം? ആ, മറ്റുള്ളവർക്ക് എല്ലാം അറിയുന്ന പരസ്യമായ ഒരു കാര്യം രഹസ്യമായിട്ടാണെങ്കിലും നീ മനസ്സിലാക്കട്ടെ എന്ന് കരുതിയാ ഞാനത് നിന്നോട് പറഞ്ഞത്. ശരിക്കും എന്റെ അമ്മയെ പോലെ തന്നെ സാഡിസ്റ്റാ നീയും. പരസ്പരം നിങ്ങൾ വാക്പയറ്റും കത്തിയേറും നടത്തുമ്പോ അതിനിടയിൽപ്പെട്ട് ദേഹം മുറിയുന്ന എന്നെ എന്റെ അച്ഛനെ നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. എല്ലാം ഉപേക്ഷിച്ച് ഓടിപ്പോവാൻ അറിയാത്തോണ്ടല്ല. അതിനേക്കാൾ കൂടുതൽ സ്നേഹം നിങ്ങളോട് രണ്ടാളോടും ആയിപ്പോയി. അതാ എല്ലാം സഹിച്ച് ഇവിടെ നിൽക്കുന്നത്. അതെ, സോറിടാ. ഞാൻ പറഞ്ഞ നിനക്ക് ഫീൽ ആയെങ്കിൽ സോറി. അതെ, ദുർഗാമ്മയുടെ മനസ്സിൽ സ്ഥാനം കിട്ടാൻ എന്ത് വേണമെങ്കിലും ചെയ്യാൻ ഞാൻ തയ്യാറാ. പക്ഷെ ഒറ്റ കാര്യമല്ലേ ദുർഗാമ്മ ആവശ്യപ്പെടുന്നുള്ളൂ. നിന്നെ വിവാഹം കഴിക്കരുത്. അത് ഞാൻ എങ്ങനെ സമ്മതിക്കാനാടാ? തുളസി, നമുക്ക് വേണ്ടി ഒരു വഴി തുറക്കാതിരിക്കില്ല. അതുവരെ കാത്തിരുന്നേ പറ്റൂ.